ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്താ കാരണം എന്നറിയോ? കുറച്ചു പേരൊക്കെ നേരിട്ടും കുറെ പേരൊക്കെ നേരിട്ടല്ലാതെയും എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, എന്റെ ഈ ശബ്ദം ഉണ്ടല്ലോ പലരുടെയും ലൈഫിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്ന്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്റെ ശബ്ദം അത്രയൊക്കെ അടിപൊളിയാണോ എന്ന്. എന്തായാലും ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഓക്കെ, എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. കഥയിലേക്ക് പോകുന്നതിന് മുന്നേ കഥയുടെ ചുരുക്കൊരു രൂപം പറയണമല്ലോ. നമ്മുടെ കഥാനായകൻ ബെക്കറ്റ്, അവന്റെ അമ്മ ജനിച്ചത് വലിയൊരു സമ്പന്ന കുടുംബത്തിലായിരുന്നു. കോടീശ്വരന്മാരാണ് അവരൊക്കെ. എന്നാൽ അവന്റെ അമ്മയുടെ ഭാഗത്തു നിന്നും വന്ന ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അവർ ആ ഒരു ഫാമിലിയിൽ നിന്ന് പുറത്തായി. അങ്ങനെ നമ്മുടെ കഥാനായകൻ ബെക്കറ്റ് ജീവിക്കുന്നത് ഒരു ദരിദ്രനെ പോലെയാണ്. ഒരു ഘട്ടത്തിൽ അവന്റെ അമ്മ മരിച്ച സമയത്ത് അവന്റെ അമ്മയുടെ ഫാമിലിയിലേക്ക് അവൻ തിരിച്ചുപോയി. എന്നാൽ ആരും അവനെ സ്വീകരിച്ചില്ല. ആട്ടി പുറത്താക്കി എന്ന് പറയാലോ. അങ്ങനെ വലുതായപ്പോ ബെക്കറ്റ് ഒരു തീരുമാനം എടുക്കുകയാണ്. കുടുംബത്തിലുള്ള എല്ലാത്തിനെയും കൊന്ന് ആ സ്വത്ത് മുഴുവനും അവനിക്ക് സ്വന്താക്കണം. അങ്ങനെ അവനെ പോലെ തന്നെ അവകാശികളായിട്ടുള്ള വേറെ ഓരോരുത്തരെയായിട്ടും അവൻ പതിയെ പതിയെ കൊല്ലാൻ തുടങ്ങുക. അങ്ങനെ അവസാനം ആ ഒരു സമ്പത്ത് മുഴുവൻ അവന് കിട്ടിയോ ഇല്ലയോ. സോ ഇതാണ് നമ്മൾ ഈ ഒരു കഥയിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ പോവല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു ജയിലാണ് കാണിക്കുന്നത്. ആ ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടോ. ഇവനാണ് ബെക്കറ്റ്, നമ്മുടെ കഥാനായകൻ. ഇപ്പൊ ബെക്കറ്റിനെ കാണാനായിട്ട് ജയിലിലേക്ക് ഒരു പ്രീസ്റ്റ് വന്നിരിക്കുകയാണ്. അതായത് 4 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ബെക്കറ്റിനെ തൂക്കിക്കൊല്ലാൻ പോവാണല്ലോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് അവൻ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ പ്രീസ്റ്റിനോട് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബെക്കറ്റിന്റെ അടുത്തേക്ക് വന്ന ആ പ്രീസ്റ്റിനോട് അവന്റെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങൾ അവൻ പറയാൻ തുടങ്ങുകയാണ്. 1990 കാലഘട്ടം. ആ സമയത്തിൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സമ്പന്ന കുടുംബമായിരുന്നു റെഡ് ഫെല്ലോ. അവരുടെ ഉടമസ്ഥതയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. പ്രൈവറ്റ് ഐലൻഡുകള്, ഷിപ്പുകള്, അതുപോലെ തന്നെ ഫ്ലൈറ്റുകള്, ഒരുപാടധികം ബിസിനസ് സ്ഥാപനങ്ങള്, എല്ലാത്തിന്റെയും കൂടെ ആസ്തി നോക്കുകയാണെങ്കിൽ 1,00,000 കോടി രൂപയുടെ മുകളിൽ വരും. അങ്ങനെയുള്ള ഈ സമ്പന്നമായ റെഡ് ഫെല്ലോ കുടുംബത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് വൈറ്റ് ലോ എന്നൊരാളാണ്. ഭയങ്കര കണിശക്കാരനാണ്. ഇയാൾക്ക് 5 മക്കളുണ്ട്. 5 മക്കളിൽ ഇളയവളാണ് മേരി. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ചെറുചെറുക്കാണ്. ആരും കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു ദിവസം വലിയ പണക്കാർ മാത്രം പങ്കെടുക്കുന്ന ഒരു വലിയ പാർട്ടിയിൽ വെച്ചിട്ട് മേരി അന്ന് അവിടെ വയലിൻ വായിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ആ ചെറുപ്പക്കാരന്റെ നോട്ടത്തിൽ അവളൊന്ന് കുടുങ്ങിപ്പോയി. അവനും അതുപോലെ ഭയങ്കരമായിട്ടൊരു ചാമിങ് ആയിട്ടുള്ള, കണ്ടാൽ എന്താ പറയാ, ഇഷ്ടം തോന്നിപ്പോകുന്ന ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു കേട്ടോ. അവസാനം അവിടെ വെച്ച് രണ്ടുപേരും പരിചയപ്പെട്ടു. ആ പരിചയം പിന്നീട് പ്രണയത്തിലേക്കായി. പ്രണയം പിന്നീട് എല്ലാ രീതിയിലും അവരെ അടുപ്പിച്ചു കേട്ടോ. അവരുടെ ഇടയിൽ എല്ലാം നടന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം മേരി നോക്കുമ്പോൾ മേരി പ്രഗ്നന്റ് ആയി. ആ കാര്യം അവൾ അവളുടെ അച്ഛനായിട്ടുള്ള വൈറ്റ് ലോയോട് പറഞ്ഞു. എന്നാൽ സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ വൈറ്റ് ലോ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കി. പക്ഷെ മേരി ഒട്ടും ഭയക്കാതെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവളുടെ ചെക്കന്റെ കൂടെ ജീവിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളിപ്പോ പ്രസവിക്കാനായിട്ടുണ്ട്. ലേബർ റൂമിലാണ്. ഒരുപാട് വേദന സഹിച്ചുകൊണ്ട് തന്നെ എന്റെ അമ്മ എന്നെ പ്രസവിച്ചു. പക്ഷെ അതേ സമയത്ത് തന്നെ ലെങ്സിൽ ചെറിയ അസുഖം ഉണ്ടായിരുന്ന എന്റെ അച്ഛൻ അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. പിന്നീട് എന്റെ അമ്മ മേരി ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ഞാൻ വളരുന്ന സമയത്ത് അമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്റെ കുടുംബം ഏതാണ്, എത്രത്തോളം സമ്പന്നമാണ് അമ്മയുടെ കുടുംബം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എങ്ങനെയാണ് സമ്പന്ന കുടുംബത്തിലെ ഒരാൾ വളരുക, ഒരു കുട്ടി വളരുക, അതേ രീതിയിലാണ് അമ്മ എന്നെ വളർത്തിയത്. ആ വീട്ടിൽ നിന്നും അമ്മയെ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ സമ്പത്തിൽ ഇപ്പോഴും അമ്മയ്ക്ക് അവകാശമുണ്ട്. അമ്മയുടെ കുടുംബമായിട്ടുള്ള റെഡ് ഫെല്ലോ, അവരുടെ കീഴിൽ ഒരുപാടധികം പ്രൈവറ്റ് ഐലൻഡുകൾ, അതുപോലെ തന്നെ സ്വർണ്ണ ശേഖരങ്ങൾ, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെ പലതുമുണ്ട്. ഞാൻ വളർന്നു വലുതായി കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഒരു അവകാശം ഞാൻ കൂടെയാണ്. ഇതെല്ലാം പറഞ്ഞു തന്നെയാണ് അമ്മ എന്നെ വളർത്തിയത്. അതുപോലെ അമ്മയ്ക്ക് നന്നായിട്ട് ആർച്ചറി അറിയായിരുന്നു, അതായത് അമ്പും വില്ലും വിടുന്ന പരിപാടി. അതുകൊണ്ട് എന്നെയും ആ കാര്യം പഠിപ്പിക്കാനായിട്ട് അമ്മ എന്നെ ഒരു ക്ലബ്ബിൽ കൊണ്ടുപോയി ചേർത്തി. അന്ന് അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് ജൂലിയെ കണ്ടു. എന്റെ ലൈഫിലേക്ക് വന്ന ആദ്യത്തെ പെണ്ണ്. അന്ന് ജൂലി എന്നോട് ചോദിച്ചു, അല്ല വലിയ പൈസക്കാർ മാത്രം വരുന്ന ഈ സ്ഥലത്ത് നിന്നെപ്പോലെ ഒരാൾ എങ്ങനെയാ വന്നേന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഫാമിലി വലിയൊരു ഫാമിലിയാ. വലുതാകുമ്പോൾ ആ ഫാമിലിയുടെ ഭാഗമായിട്ട് ഞാൻ മാറും. എന്തായാലും ഇത് കേട്ട സമയത്ത് നമ്മുടെ ജൂലിയയ്ക്ക് ബെക്കറ്റിനോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. അവസരവാദിയായിട്ടുള്ള പെണ്ണാണ് ജൂലിയ എന്ന് ഇവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. അപ്പൊ അവൾ ഒറ്റയടിക്ക് ഒരു കിസ്സം കൊടുത്തു. എന്തായാലും അവരുടെ പ്രണയം ഒരു വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ബെക്കറ്റിന്റെ അമ്മ മേരിക്ക് സുഖമില്ലാതാകുന്നത്. കുറച്ചു നാളായിട്ട് ആശുപത്രിയിൽ തന്നെയാണ്. അവരുടെ അസുഖം കണ്ടിട്ട് അത് മാറുമെന്ന് തോന്നുന്നില്ല. അവർ ഭയങ്കരമായിട്ട് അവശയായി കിടക്കുകയാണ്. ആ സമയത്തെല്ലാം നമ്മുടെ ബെക്കറ്റ് വിചാരിച്ചു അമ്മയുടെ ഫാമിലിയിൽ നിന്നും അമ്മയുടെ ചേട്ടന്മാരുണ്ട്, അതുപോലെ തന്നെ ചേച്ചിയുണ്ട്, ഇവരൊക്കെ കാണാൻ വരുന്നത്. പക്ഷെ ഒരാൾ പോലും കാണാൻ വന്നില്ല. അങ്ങനെ മരണം അടുത്ത സമയത്ത് അവന്റെ അമ്മ അവനെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. മോനെ, അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ഫാമിലിയിൽ നിനക്കൊരു അവകാശമുണ്ട്. നീ ജനിച്ചത് ഒരു ദരിദ്രനായിട്ടായിരിക്കും, പക്ഷേ നീ മരിക്കുന്നത് അങ്ങനെ ആവരുത്. അതുപോലെ തന്നെ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ട്. റെഡ് ഫെല്ലോ ഫാമിലിയുടെ ആ ഒരു
കല്ലറയിൽ തന്നെ എന്നെ അടക്കം ചെയ്യണം. എന്തായാലും അധികം വൈകാതെ തന്നെ മേരി മരണപ്പെട്ടു പോകണം. പക്ഷെ മേരിയുടെ ആഗ്രഹം പോലെ കുടുംബ കല്ലറയിൽ അവരെ അടക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുപോലെ തന്നെ അവരെ ആരും കാണാൻ വന്നതുമില്ല. അതുകൊണ്ട് തന്നെ അമ്മ മരിച്ചതിന് ശേഷം അവൻ അവന്റെ മുത്തശ്ശനെ കാണാനായിട്ട് നേരെ റെഡ് ഫെല്ലോ ഫാമിലിയുടെ ആ വലിയ കൊട്ടാരത്തിലേക്ക് പോവാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഗേറ്റ്മാൻ അവനുള്ളിലേക്ക് വിട്ടില്ല. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ഗേറ്റ്മാൻ ഉള്ളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്: ശരിയാണ്, നീ മേരിയുടെ മകനായിരിക്കാം, പക്ഷേ നിനക്ക് ഇവിടെ സ്ഥാനമില്ല, ഇറങ്ങിപ്പോ എന്ന രീതിയിൽ. ദേഷ്യവും വാശിയും കാരണം പിന്നീട് ഒന്നും ചെയ്യാതെ അവൻ അവിടുന്ന് പോവാണ്. സിറ്റിയിൽ തന്നെ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു. അവിടെയാണ് പിന്നീട് അവൻ വളർന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ ജൂലിയെ കണ്ടിട്ടുമില്ലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കുറെ അധികം കടന്നു പോവാണ്. ബെക്കറ്റ് ഇപ്പൊ വളർന്നു വലുതായിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരനായി. എന്നാൽ അവന്റെ അവസ്ഥ ഇപ്പോഴും ആ ഒരു ദരിദ്രമായ അവസ്ഥയിൽ തന്നെയാണ്. വലിയ മെച്ചമൊന്നുമില്ല. ഒരു കോട്ടൺ സ്യൂട്ട് എല്ലാം വെക്കുന്ന കമ്പനിയിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. യാതൊരു മാറ്റവും ഇല്ലാതെ അവന്റെ ലൈഫിൽ ഓരോ ദിവസങ്ങളും അങ്ങനെ കടന്നു പോവാണ്. ഒരു ദിവസം അവൻ നിൽക്കുന്ന ആ ഷോപ്പിലേക്ക് നമ്മുടെ ജൂലി വന്നു. അവനെ കണ്ടപാട് തന്നെ ജൂലിക്ക് അവന് മനസ്സിലായി, അല്ല ബെക്കറ്റെ, നീ എന്ത് ഈ കടയിൽ സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നത്? ഞാൻ വിചാരിച്ചു നീ റെഡ് ഫെല്ലോ ഫാമിലിയിൽ പോയിട്ട് അവിടെ രാജാവിനെ പോലെ ജീവിക്കായിരിക്കുന്നു. എന്തായാലും ഇത് കൊള്ളാം. എന്തായാലും ബെക്കറ്റിന് ഒരുപാട് നാളുകൾക്ക് ശേഷം ജൂലിയെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, ജൂലിയ, നീ ഇന്ന് ഫ്രീ ആണെങ്കിൽ നമുക്കൊരു ഡേറ്റിന് പോയാലും? ഇപ്പൊ ജൂലിയെ ചിരിച്ചുകൊണ്ടെന്ന് പറയാണ്, ഒന്ന് പോയടാ അവിടുന്ന്, എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ കെട്ടിയും പുറത്തുണ്ട്, ഞാൻ എന്തായാലും പോകാന്ന് പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ചുമ്മാ ഒരു തമാശ പറഞ്ഞു, അത് പിന്നെ നിനക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം, പക്ഷെ ആ സമയത്ത് നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും തട്ടിയിട്ടേ നീ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളാവ്, എന്നിട്ട് എന്നെ വിളിച്ചോന്ന് ഒരു ചുമ്മാ ഒരു തമാശയും പറഞ്ഞ് അവള് പുറത്തിറങ്ങി അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പോവാണ്. എന്നാൽ അവള് പറഞ്ഞ ആ ഒരു തമാശ ശരിക്കും അവന്റെ ഉള്ളിൽ കൊണ്ടു. അവൻ വളരെ അത് സീരിയസ് ആയി എടുക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നു. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്നു ഒരുപാട് നേരം ആലോചിക്കുകയാണ്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഞാൻ എന്തിനാണ് ഇതുപോലെ ദരിദ്രനായിട്ട് ജീവിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? മരണക്കിടക്കയിൽ വെച്ച് അവന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളും അവൻ ഓർക്കുന്നുണ്ടായിരുന്നു. മോനെ, നീ ജനിച്ചത് ദരിദ്രനായിട്ടാണെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ദരിദ്രനായിട്ട് മരിക്കാൻ പാടില്ല. കുറെ നേരം അവൻ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയാണ്. പിന്നീട് ചില തീരുമാനങ്ങൾ അവൻ അവന്റെ മനസ്സിൽ എടുക്കുന്നുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കണോ വേണയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് അവനിപ്പോ. അവന്റെ മുത്തശ്ശന് 5 മക്കളായിരുന്നു. അതിൽ ഇളയവളായിരുന്നു അവന്റെ അമ്മയായിട്ടുള്ള മേരി. ഇനി മുത്തശ്ശന്റെ ആ ഒരു സ്വത്തിന് അവകാശികളായിട്ടുള്ളത് 4 പേരാണ്. അമ്മയുടെ 3 ചേട്ടന്മാരും അതുപോലെ തന്നെ അമ്മയുടെ ഒരു ചേച്ചിയും. എന്ത് ചെയ്യണമെന്ന് അവൻ അങ്ങനെ ആലോചിച്ച് അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോഴാണ് അവൻ ജോലി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ അവനിക്ക് മാത്രമാണ് ആ പ്രശ്നം എഫക്ട് ചെയ്യുന്നത്. അവൻ ഇപ്പൊ ജോലി ചെയ്യുന്ന ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ കടയുടെ ഓണറുടെ മകന് കൊടുക്കാൻ വേണ്ടി പോകണം. കാരണം അവന്റെ പഠിത്തെല്ലാം കഴിഞ്ഞ് അവൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇനിയിപ്പോ ബെക്കറ്റ് നേരെ വെയർ ഹൗസിലേക്ക് പോയിട്ട് അവിടെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നിന്നോന്ന് മാനേജർ പറഞ്ഞപ്പോ ഇപ്പൊ ബെക്കറ്റ് പറയാണ്, എന്തൊരു അവസ്ഥയാണിത്, ഈ കമ്പനിയെ ഈ രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം എന്റെ ചോര നീരാക്കി പണിയെടുത്തു. അപ്പൊ ഈ എന്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എന്റെ ഈ ഹാർഡ് വർക്കും കണ്ട് എനിക്ക് നല്ലൊരു പൊസിഷൻ തരും എന്ന് ഞാൻ വിചാരിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ നേരെ കൊണ്ടിട്ട് വെയർ ഹൗസിൽ ഇടാൻ നോക്കുകയാണല്ലേ. ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നിങ്ങൾ ഈ മറ്റേ അടുത്ത പണി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് കുറെ നേരം ആലോചിച്ചു. അവസാനം അവൻ തീരുമാനിക്കുകയാണ്, അവന്റെ കുടുംബം റെഡ് ഫെല്ലോ അതിൽ ഒരുത്തനെ പോലും ബാക്കി വെക്കാതെ കൊന്നുകളഞ്ഞ് ലക്ഷം കോടി രൂപ ആസ്തി അത് അവന്റെ പേരിലേക്ക് ആകണമെന്ന്. അതിനായിട്ട് ആദ്യത്തെ ഇരയെ അവൻ സെലക്ട് ചെയ്യാണ്. അതായത് അവന്റെ മുത്തശ്ശന്റെ മൂത്ത മകനായിട്ടുള്ള വാരൻ. ഈ വാരൻ അത്യാവശ്യം വലിയൊരു കമ്പനി തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ട്രേഡിംഗ് കമ്പനിയാണ്. ഭയങ്കര ആസ്തി ഉണ്ട് അയാൾക്ക്. ഇയാൾക്ക് ഒറ്റൊരു മോനേ ഉള്ളൂ. അവന്റെ പേര് ടൈലർ എന്നാണ്. ടൈലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ഇച്ചിരി അടിച്ചുപൊളിയുടെ ആളാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പാർട്ടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ കടലിൽ ഒരു പ്രൈവറ്റ് വലിയ ഷിപ്പില് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഒരു ഷിപ്പാണ്. അവിടെ വലിയ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് അവൻ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരുപാട് കാശ് എടുത്ത് വാരി വലിച്ചെറിഞ്ഞ് എന്നിട്ട് ആ ഒരു ഹെലികോപ്റ്ററിൽ നിന്നും പൂളിലേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ. അതായത് പച്ചക്ക് പറയുകയാണെങ്കിൽ കാശിന്റെ കഴപ്പ് അതങ്ങനെ മൂത്ത് നടക്കുന്നവനാണ് ഈ ടൈലർ. ലൈഫ് അങ്ങനെ അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കുകയാണ്. ഇപ്പൊ ആ ഒരു പാർട്ടിയിലേക്ക് നമ്മുടെ ഈ ഒരു ബെക്കറ്റും വന്നിട്ടുണ്ട്. നല്ലൊരു അവസരം നോക്കി അവനെ തട്ടൽ തന്നെയാണ് ബെക്കറ്റിന്റെ പ്ലാൻ. അങ്ങനെ പാർട്ടിയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ടൈലർ ഈ വലിയ ഷിപ്പിൽ നിന്നും ഒരു പ്രൈവറ്റ് ബോട്ടിലേക്ക് പോവാണ് കേട്ടോ. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവന്റെ പിന്നാലെ തന്നെ അവനെ ഫോളോ ചെയ്ത് ബെക്കറ്റും പോവാണ് ആ പ്രൈവറ്റ് ബോട്ടിലേക്ക്. അവിടെ എത്തി നോക്കുമ്പോൾ ഈ ടൈലറും അവന്റെ കൂട്ടുകാരികളൊക്കെ ഡ്രഗ്സ് അടിച്ച് ബോധമില്ലാതെ കിടക്കുക. ഇപ്പൊ അവനെ കൊന്നിട്ടാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല. പക്ഷേ യാതൊരു തെളിവും അവശേഷിക്കാൻ പാടില്ല. ഇതൊരു കൊലപാതകമാണെന്ന് അറിയാനും പാടില്ല. അതിനുവേണ്ടി ബെക്കറ്റ് എന്ത് ചെയ്തു? ഈ ഷിപ്പിന്റെ നങ്കൂരുണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗത്ത് കയറുണ്ടായിരുന്നു. ആ കയറ് ചെറുതായിട്ടൊന്ന് കുരുക്കി ഇവന്റെ കാലിലിട്ട് നങ്കൂരം നേരെ താഴേക്ക് ഇടുകയാണ്. നേരെ അത് താഴേക്ക് പോയപ്പോൾ കൂടെ തന്നെ ഈ ചെറുക്കനും പോവാണ്. വെള്ളത്തിൽ മുങ്ങിയ അവസാനം അവൻ മരിക്കുന്നുണ്ട്. പിന്നീട് റെഡ് ഫെല്ലോ ഫാമിലിയുടെ കുടുംബ കല്ലറയിൽ അവൻ അടക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഫ്യൂണറലിൽ ബെക്കറ്റും പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ചടങ്ങും കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. മറ്റാരുമല്ല, ടൈലറിന്റെ അച്ഛനായിട്ടുള്ള വാരൻ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇപ്പൊ നമ്മുടെ ബെക്കറ്റ് പോവാണ്. കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അനിയത്തി മേരിയുടെ മകനാണെന്ന് പറയാണ്. അനിയത്തിയുടെ മകനാണെന്ന് അറിഞ്ഞപാട് തന്നെ അവനെയും കൂട്ടി ഇയാൾ നേരെ ഒരു ബാറിലേക്ക് പോവാണ്. ആദ്യം കുറെ ക്ഷമ പറയുന്നുണ്ട്. അവളുടെ അവസ്ഥ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ അവളെ ഹെൽപ്പ് ചെയ്യാത്തതിൽ ഇപ്പൊ ഒരുപാട് ഞാൻ ഖേദിക്കുന്നുണ്ട്. പിന്നെ
ഞങ്ങൾ 5 മക്കളില് അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം അവൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാശിന്റെ പേരിൽ അവൾ ഒരുപാട് ബുദ്ധിമുട്ടീന്. അതുപോലെ തന്നെ മോനിപ്പോ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ബക്കറ്റ് പറയണ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഈ സമയത്ത് വാരൻ പറയണ പേടിക്കൊന്നും വേണ്ട, പണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാരൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ബക്കറ്റിനെ കൊണ്ടുപോകണം. മാത്രമല്ല അയാളുടെ മകനായിട്ടുള്ള ടൈലർ ഇരുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ടാണ് ഇപ്പൊ ബക്കറ്റിനെ ഇരുത്തുന്നത്. ഇനി ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ടത് നീയാണെന്ന് പറയാണ്. അതായത് നല്ലൊരു ജോലി തന്നെ അവന് കൊടുക്കുന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ ട്രേഡിംഗ് കമ്പനി. ഈ ജോലി ചെയ്ത് അവന് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടായാലും പതിയെ പതിയെ അവനത് നന്നായിട്ട് പഠിച്ചെടുത്തു. അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ജോലി വിളിക്കാണ് കേട്ടോ. ഹലോ ബക്കറ്റ്, എങ്ങനെയൊക്കെയുണ്ട്? സുഖമല്ലേ? ആ പഴയ ജോലിയെല്ലാം കളഞ്ഞ് ഇപ്പോൾ നിന്റെ അങ്കിളുടെ ഓഫീസിൽ നല്ലൊരു ജോലി കിട്ടിയല്ലേ? എന്തായാലും കുഴപ്പമില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ ബക്കറ്റ് ചോദിക്കണം, അല്ല ജോലിയാ, നീ എവിടെയാണ്? ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ചെറിയൊരു ട്രിപ്പിലാണ്, ഞങ്ങൾ ഇവിടെ അടിച്ച് പൊളിക്കുകയാണെന്ന് പറയണം. ഇത് കേട്ട സമയത്ത് ബക്കറ്റിന് ഒട്ടും ഇഷ്ടമില്ല. അവൻ പെട്ടെന്ന് ഫോൺ കെട്ടിയാണ്, കാരണം അവന് ഭയങ്കരമായിട്ട് സ്നേഹിച്ചൊരു പെണ്ണായിരുന്നു ജൂലിയ. അവളെ കിട്ടാത്തതിൽ ചെറിയൊരു വിഷമവും അതുപോലെ തന്നെ അസൂയയും ദുഃഖമൊക്കെ അവന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ട് രാത്രി അവനിങ്ങനെ കുറെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇനി അടുത്തതായിട്ട് ആരെയാണ് കൊല്ലേണ്ടതെന്ന്. അങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തു. അതായത് അവന്റെ മുത്തച്ഛന്റെ രണ്ടാമത്തെ മകൻ ആർദറിനൊരു മകനുണ്ട്, നോവ എന്നാണ് പേര്. എന്നാൽ അവന്റെ ലൈഫ് സ്റ്റൈലും അവന്റെ ഹോബിയും അതൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. ചിത്രങ്ങളോടും കലകളോടും അങ്ങനെ കുറെ ഇഷ്ടങ്ങളുള്ള ആളായിരുന്നു ഈ നോവ. സോ അവന്റെ കയ്യിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിത്രങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ എക്സിബിഷനൊക്കെ നടത്താറുണ്ട്. ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓൺലൈനിൽ നോക്കിയിട്ട് നമ്മുടെ ബക്കറ്റ് നന്നായിട്ട് പഠിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ നോവ സെറ്റ് ചെയ്ത ഒരു ചെറിയൊരു എക്സിബിഷൻ പാർട്ടി ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ചിത്രങ്ങളെല്ലാം വെച്ച് അതെല്ലാവരെയും കാണിച്ച് ഇനി ആവശ്യമുള്ളവർക്ക് വാങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ്. ആ ഒരു എക്സിബിഷനിലേക്ക് ഇപ്പൊ ബക്കറ്റ് ചെല്ലുകയാണ്. എന്നാൽ അവനെ കണ്ടപാട് തന്നെ നോവ ചോദിക്കുകയാണ്, നീ ആരാണ്? എനിക്ക് നിന്നെ പരിചയമില്ലല്ലോ, ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഈ സമയത്ത് ബക്കറ്റ് പറയണ, നോവ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, നിങ്ങളുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷൻ കാണാനായിട്ട് വലിയൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്, നിന്റെ അച്ഛൻ ഓർദറിന്റെ ഏറ്റവും ചെറിയ അനിയത്തി മേരിയുടെ മകനാണ്, അതായത് നമ്മൾ കസിൻസ് ആണെന്ന് പറയണം. ഇത് കേട്ട സമയത്ത് നോവ പറയണ, ഞാൻ കേട്ടിട്ടുണ്ട്, എന്തായാലും വാ നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോവയും അവനോട് നന്നായിട്ട് തന്നെ ഇടപഴകുകയാണ്. പക്ഷെ അവനറിയില്ല അവന്റെ കഴുത്തിൽ കത്തി വെക്കാൻ വന്നവനാണ് ഈ ബക്കറ്റ് എന്ന്. പതിയെ പതിയെ അവരുടെ സൗഹൃദം വളരെയാണ് കേട്ടോ. അതുപോലെ തന്നെ നോവയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ബക്കറ്റ് പോയപ്പോൾ ഈ നോവയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു റൂം ഉണ്ട്. അതായത് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് അതിന്റെ ആ ഒരു നെഗറ്റീവെല്ലാം വെച്ച് എന്തൊക്കെയാ ചെയ്യുന്ന ആ ഒരു എന്താ പറയാ സ്റ്റുഡിയോ റൂം ഉണ്ടല്ലോ, അത് തന്നെ. അതെല്ലാം ഇപ്പോൾ നമ്മുടെ ബക്കറ്റിന് കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ഇവന് സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലമുണ്ട്. സോ ഇതെല്ലാം ബക്കറ്റ് നോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നത്. അവളുടെ പേര് റൂത്ത് എന്നാണ്. ഈ റൂത്തും അതുപോലെ തന്നെ നോവയും തമ്മിൽ ഇഷ്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ഇവർ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ഇടയിൽ ഈ റൂത്തിന് നമ്മുടെ ഈ ബക്കറ്റിനോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നതാണ്. അവന്റെ സംസാരം, അവന്റെ ആ ഒരു പെരുമാറ്റം, ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇതെല്ലാം കാരണം ഇപ്പൊ അവിടുന്ന് ബക്കറ്റ് പോകാൻ നിൽക്കുമ്പോൾ റൂത്ത് പറയാണ്, ബക്കറ്റ് ഒരു വലിയ പാർട്ടി വരാനുണ്ട്, എന്തായാലും അന്ന് നീ വരണേ. ഞാൻ എന്തായാലും വരുന്നു പറഞ്ഞിട്ട് ബക്കറ്റ് പോവാണ്. അതായത് ആ പാർട്ടി നടക്കാൻ പോകുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് തന്നെയാണ് ഈ നോവയെ കൊല്ലാനായിട്ട് ബക്കറ്റ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും അതൊരു കൊലപാതകമായിട്ട് ആർക്കും തോന്നാൻ പാടില്ല, ഒരു ആക്സിഡന്റ് ആയിരിക്കണം. അങ്ങനെ അവനിപ്പോ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൂത്ത് പറഞ്ഞതുപോലെ ആ ഒരു ഡിന്നർ പാർട്ടിയുള്ള ദിവസം വന്നിട്ടുണ്ട്. അവന്റെ കുറെ കൂട്ടുകാർ എല്ലാവരും രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് റൂത്ത് അവളുടെ ആഗ്രഹങ്ങൾ പറയാണ്. അതായത് റൂത്തിന് ശരിക്കും ഈ നോവയെ കല്യാണം കഴിക്കണം, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് ജീവിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ തന്നെ റൂത്ത് ഒരു ടീച്ചറാണ് കേട്ടോ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. എന്തായാലും റൂത്ത് അവളുടെ ഈ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് നോവ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ ഒരു പുച്ഛിച്ച് തല്ലാണ്. ഫാമിലി ആയിട്ട് ജീവിക്കാനോ കുട്ടികളോ, എനിക്കതൊന്നും ഇഷ്ടമില്ല എന്ന് പറയാം. ഒറ്റയടിക്ക് അവനിങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്കത് ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് ഫീൽ ആവുകയാണ്. എന്തായാലും അവന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡും സ്വഭാവം ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവനോട് ബ്രേക്കപ്പ് പറയാന്ന് റൂത്ത് തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ നോവയുടെ ആ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ഈ പിക്ചേഴ്സ് എല്ലാം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില കെമിക്കൽ ലിക്വിഡൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് മറ്റൊരു കെമിക്കൽ ഒഴിക്കുകയാണ്. അതായത് എന്തോ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, ഒരു ഗ്യാസ് ഫോം ആവുകയാണ്. പിന്നീട് അവിടെ ഒരു സിഗരറ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹാലജൻ ബൾബ് അത് പൊട്ടിച്ചിടുകയാണ്. പിന്നീട് ആ വാതിൽ പതിയെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ അവൻ അവിടുന്ന് പോവാണ്. ഇനി ആരെങ്കിലും ആ റൂമിലേക്ക് വന്ന് ബൾബിന്റെ സ്വിച്ച് ഇടുകയാണെങ്കിൽ ബൾബിൽ ഉണ്ടാകുന്ന സ്പാർക്ക് കാരണം അവിടെ ഉണ്ടായിരുന്ന ആ ഗ്യാസിന് തീ പിടിച്ച് ഒറ്റ പൊട്ടലായിരിക്കും, ഒരു ബ്ലാസ്റ്റ് നടക്കും. അവിടെ വെച്ച് ഈ നോവ സിഗരറ്റ് വലിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാനാണ് അവിടെ നമ്മുടെ ബക്കറ്റ് ഒരു സിഗരറ്റ് ഇട്ടത്. എന്തായാലും പാർട്ടി എല്ലാം കഴിഞ്ഞു, എല്ലാവരും അവിടുന്ന് തിരിച്ചു പോവാണ്. പോകുന്ന സമയത്ത് നമ്മുടെ ബക്കറ്റിന്റെ അടുത്തേക്ക് റൂത്ത് വരുന്നുണ്ട് കേട്ടോ. അവളുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം അവനോട് തുറന്നു പറയുന്നുണ്ട്. രണ്ടുപേർക്ക് ഇടയിൽ കെമിസ്ട്രി വർക്കാവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബിക്കുന്നുണ്ട്. ഈ സമയത്താണ് നോവ നേരെ അവന്റെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് അവിടുത്തെ
ലൈറ്റ് ഇടുന്നത്. പിന്നെന്താ സംഭവിക്കുക? സ്പാർക്ക് ഉണ്ടായി ഒറ്റയടിക്ക് ആ റൂമിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണ്. പാവൻ നോവ അവൻ അതിൽപ്പെട്ട് മരണപ്പെട്ടു പോവാണ്. ആളൊരു അലസനും അതുപോലെ തന്നെ ഒരു പ്രത്യേക ക്യാരക്ടർ ആയിരുന്നെങ്കിലും ഒരു പാവമായിരുന്നു. അവനെ കൊല്ലണ്ടായിരുന്നല്ലേ. അങ്ങനെ അവന്റെ മരണാനന്തര ചടങ്ങ് നടക്കുകയാണ്. അതിലും പങ്കെടുക്കാനായിട്ട് ബെക്കറ്റ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ബെക്കറ്റ് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് 2 FBI ഓഫീസേഴ്സ് വരുന്നുണ്ട്. നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി നേരെ ഒരു കഫേയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തി അവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റെഡ് ഫെല്ലോ ഫാമിലിപ്പെട്ട ആളല്ലേ? നിങ്ങളുടെ അമ്മ മേരി അല്ലേ? അതേന്ന് ബെക്കറ്റ് പറയണത്. അതായത് റെഡ് ഫെല്ലോ കുടുംബത്തിന്റെ കോടികൾ ആസ്തി വരുന്ന ആ ഒരു സമ്പത്തിന്റെ ഒരു അവകാശിയാണ് നീ, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബെക്കറ്റ് ഒന്നും അറിയാത്തതുപോലെ ഓഹോ അങ്ങനെയാണോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ അമ്മയുടെ കുടുംബവുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ ഈ ഒരു FBI ഓഫീസേഴ്സ് ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ നീ എന്തിനാണ് നോവയുടെ ചടങ്ങ് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ ബെക്കറ്റ് പറയണത് അവൻ എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അല്ല എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പൊ രണ്ടാമത്തെ ആളാണ് ഇതുപോലെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ അതിനുവേണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനെ പറഞ്ഞു വിടുകയാണ്. അതുപോലെ അവന്റെ അങ്കിളുടെ ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പനി നല്ല രീതിയിൽ അവൻ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്കിൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന് നന്നായിട്ട് പുകഴ്ത്തുകയാണ്. മാത്രമല്ല അവന്റെ അങ്കിളിന്റെ കീഴിലെ അടുത്ത പൊസിഷൻ അവന് കൊടുക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് അവനൊരു ഓഫീസ് വരെ ഇപ്പൊ സെറ്റായി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ജൂലിയ വന്നിട്ടുണ്ട്. ജൂലിയ വന്നപാട് തന്നെ പറയണത് ഇപ്പൊ വലിയ സെറ്റപ്പിലായല്ലേ. പിന്നെ ബെക്കറ്റെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്നറിയോ? ഞാൻ എന്റെ ഹസ്ബൻഡുമായിട്ട് അത്ര നല്ല രസത്തിലൊന്നുമല്ല, ഞാൻ അയാളെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു കോമ്പൻസേഷൻ ആയിട്ട് കുറച്ചധികം കാശ് വേണം. അപ്പൊ ആ ഒരു കാശ് നീ എനിക്ക് കടമായിട്ട് തരണം എന്ന് പറയണം. ഇപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ ചെറിയൊരു പുച്ഛത്തിൽ ബെക്കറ്റ് പറയണം, കടം തരാൻ ഇത് ഒരു ബാങ്കൊന്നുമല്ല, ഇതൊരു ട്രേഡിംഗ് കമ്പനിയാണെന്ന് പറയണം. അതുപോലെ തന്നെ കാശൊന്നും തരാൻ പറ്റില്ല എന്നും അവളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. കുറച്ച് തിരക്കാണ്, ഇപ്പൊ ഇവിടുന്ന് പോയിക്കൊന്നും പറയണം. ചെറിയൊരു ദേഷ്യത്തിൽ അവൾ ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം ഇപ്പൊ അവളോട് ബെക്കറ്റിന് വലിയ ഇഷ്ടമൊന്നുമില്ല. ബെക്കറ്റ് സ്നേഹിക്കുന്നത് ഇപ്പൊ റൂത്തിനെയാണ്. എന്തായാലും പോവാൻ നേരത്ത് ജൂലി ഒരു കാര്യം പറയുന്നുണ്ട്, അല്ല നിന്റെ ഫാമിലിയുടെ അടുത്തേക്ക് നീ പോയപ്പോ തന്നെ 2 ആള് മരിച്ചല്ലേ, ഇനി 3ാമത് ആരാ മരിക്കാൻ പോകുന്നത്? ചുമ്മാ ഒന്ന് ഞോണ്ടിയിട്ട് അവൾ അവിടുന്ന് പോവാണ് കേട്ടോ. പക്ഷെ ബെക്കറ്റ് അത് വലിയ കാര്യമൊന്നും ആക്കിയില്ല. എന്നാൽ ഇനി അവൻ കൊല്ലേണ്ട അടുത്ത ഇര അയാളെ കണ്ടുപിടിക്കണ്ടേ. അതാരാണ്? മറ്റാരുമല്ല, അവന്റെ മുത്തശ്ശന്റെ 3ാമത്തെ മകനായിട്ടുള്ള സ്റ്റീഫൻ. സ്റ്റീഫന് ബാക്കിയുള്ളവരെ പോലെ ബിസിനസ്സോ കാര്യങ്ങളൊന്നും അല്ല, അവനൊരു പാസ്റ്ററാണ്. ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവൻ. ഓരോ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് അവൻ ഓരോ കൺസേർട്ടുകൾ നടത്തും. എന്നിട്ട് വിശ്വാസികളുടെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് അടിച്ചു മാറ്റും. ഇതിന്റെ പേരിൽ പല രാജ്യങ്ങളിലും അവനെ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും അവനെ കുറിച്ച് പഠിക്കാനായിട്ട് ഈ സ്റ്റീഫൻ വെക്കുന്ന ഓരോ കൺസേർട്ടിലും അവൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൻ തിരഞ്ഞെടുക്കുകയാണ്. അന്ന് ബെക്കറ്റ് അവന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട് ബെക്കറ്റിന്റെ അതേപോലെയുള്ള വസ്ത്രം അവന് കൊടുത്ത് അത് ധരിച്ച് ഇവരുടെ ഓഫീസിന് പുറത്തായിട്ട് ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് കുറച്ചു നേരം അവനോട് നിൽക്കാൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിനു ശേഷം ബെക്കറ്റ് നേരെ പോകുന്നത് ഈ സ്റ്റീഫന്റെ ഓഫീസിലേക്കാണ്. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇയാളെ കാണാനായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഒരു മാഗസിന്റെ റിപ്പോർട്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് വന്നത്. ഇപ്പൊ എന്തായാലും അവനെ കണ്ട സമയത്ത് സ്റ്റീഫൻ അവനെ ഉള്ളിലേക്ക് വിളിച്ച് നല്ല രീതിയിൽ തന്നെ അവനോട് സംസാരിക്കുകയാണ്. എന്നെ കുറിച്ച് നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടാ. അതുപോലെ നിങ്ങളുടെ പേര് എന്തായിരുന്നു ചോദിച്ചപ്പോ ഫേമസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ ഉണ്ട്, അയാളുടെ പേര് പറയണം ബെൻ ജോൺസൺ എന്ന്. അപ്പൊ സ്റ്റീഫൻ പറയണം, ഓക്കെ ബെൻ, അപ്പോ ഞാൻ എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ നല്ല പോസിറ്റീവായിട്ട് എന്നെ കുറിച്ച് എഴുതണം കേട്ടോ. അങ്ങനെ ഈ സ്റ്റീഫൻ അവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കാണാതെ ഇയാളുടെ ജ്യൂസിലേക്ക് ബെക്കറ്റ് ചെറിയൊരു ലിക്വിഡ് ഒഴിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം സ്റ്റീഫൻ കണ്ടില്ല കേട്ടോ. എന്തായാലും സ്റ്റീഫൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവന്റെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വാൾ ഊരിയെടുത്ത് നേരെ വന്നിട്ട് നമ്മുടെ ബെക്കറ്റിന്റെ കഴുത്തിൽ വെച്ചിട്ട് പറയണം, ആരാടാ നീ? ഇവിടെ വെച്ച് തന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു എന്ന് നമ്മുടെ ബെക്കറ്റ് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള കാര്യം ഈ സ്റ്റീഫൻ തന്നെ ബെക്കറ്റിനോട് പറയണം. അതായത് ബെൻ ജോൺസൺ, ആ റിപ്പോർട്ടർ കുറച്ച് നാളുകൾക്ക് മുന്നേ മരിച്ചുപോയല്ലോ, പിന്നെ എന്തിനാടാ അയാളുടെ കള്ളപ്പേര് ഉപയോഗിച്ച് നീ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ കുറിച്ച് വെറുതെ ഇല്ലാത്ത ന്യൂസ് എഴുതി ഉണ്ടാക്കാനല്ലേ, എന്നെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇത് കേട്ട സമയത്ത് പെട്ടെന്ന് തന്നെ ബെക്കറ്റ് പറയണേ, അതൊന്നുമല്ല, എനിക്ക് നിങ്ങളെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ നിങ്ങളുടെ അനിയത്തി മേരിയുടെ മകനാണ്. മേരിയുടെ മകനോ? സ്റ്റീഫൻ വേഗം തന്നെ ആ ഒരു വാൾ അവിടെ എടുത്തു വെക്കുകയാണ്. എനിക്കിട്ട് പണിയാനായിട്ട് കുറെ എണ്ണം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പെരുമാറിയത്, എന്നോട് ക്ഷമിക്കുക കേട്ടോ. പിന്നീട് അവനോട് കുറച്ചു നേരം സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് ബെക്കറ്റ് അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ സ്റ്റീഫൻ ആ ഒരു ജ്യൂസ് പതിയെ പതിയെ കുടിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അധികം വൈകാതെ സ്റ്റീഫനും മരണപ്പെടുകയാണ്. അവനെയും ഇപ്പൊ കുടുംബ കല്ലറയിൽ കൊണ്ടുപോയിട്ട് അടക്കുകയാണ്. ആ ചടങ്ങിലും ഇപ്പൊ നമ്മുടെ ബെക്കറ്റ് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള റൂത്തിന്റെ അടുത്തേക്ക് പോവാണ്. ഇന്ന് രാത്രി ഒരു ഡിന്നറിന് പോകുന്ന അവള് ചോദിച്ചപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ വീട്ടിലേക്ക് റൂത്തിനെ ക്ഷണിക്കുകയാണ്. രാത്രി എന്തായാലും അവള് വരുമല്ലോ, അപ്പൊ അവള് വരുമ്പോൾ ഒരുമിച്ച് ഡിന്നർ ഉണ്ടാക്കാനായിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് അവൻ നേരെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ദാണ്ട് അവിടെ ഇരിക്കുന്നു നമ്മുടെ ജൂലിയ. കാലും കയറ്റി വെച്ച് ഭയങ്കര അധികാരത്തിലാണ് അവൾ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അവനെയും കൊണ്ടേ പോകൂ എന്നുള്ളൊരു ഭാവത്തിലാണ് അവൾ അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ അവളോട് ചാവി എങ്ങനെ കിട്ടിയ ചോദിച്ചപ്പോൾ ഞാനന്ന് നിന്റെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഒരു സ്പെയർ കീ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ പതിയെ ചൂണ്ടിയെടുത്തിയാ. അതൊക്കെ പോട്ടെ ബെക്കറ്റ്, നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? നിനക്ക് എന്താ വേണ്ടത്? ഇപ്പൊ ബെക്കറ്റ് മാന്യമായിട്ട് തന്നെ അവളോട് പറയുന്നുണ്ട്, നിനക്കൊരു ഫാമിലി ആയില്ലേ, പിന്നെ ഞാൻ എന്തിനു നിന്റെ പിന്നാലെ വരുന്നത്? ഞാൻ എന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പതിയെ ജൂലി അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനൊന്ന് കിസ്
ചെയ്യാൻ നോക്കുന്ന സമയത്താണ് പുറത്തിപ്പോ റൂത്ത് വന്ന് ബെല്ലടിക്കുന്നത്. ഞെട്ടിപ്പോയ ബെക്കറ്റ് എന്താക്കി, ജൂലിയ നീ ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും വീടിന് പുറകിലൂടെ ഒന്ന് പുറത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് അവളെ നേരെ കൊണ്ടുപോയിട്ട് പുറകിലാക്കുകയാണ്. എന്നിട്ട് വാതിലെടുക്കാണ്. ശരിക്കും ജൂലിയക്ക് സങ്കടമായി, ഭയങ്കരമായിട്ട് ദേഷ്യമായി. എന്നിട്ട് ബെക്കറ്റ് നേരെ മുൻഭാഗത്തേക്ക് പോയി ഡോർ തുറന്നിട്ട് ഇപ്പൊ റൂത്തിനോട് പറയണത്, റൂത്തെ ഇന്ന് നമുക്ക് ഇവിടുന്ന് കുക്ക് ചെയ്യണം, നല്ല ആംബിയൻസ് ഉള്ള ഒരു കഫേയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാണ്. എന്തായാലും നല്ലൊരു അടിപൊളി ഡേറ്റ് ആയിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കുകയാണ്. അങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെക്കറ്റിന്റെ ലൈഫ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം. നല്ല ജോലി, നല്ല സാലറി, കൂടെ നല്ലൊരു പെണ്ണ്, അവൻ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണെങ്കിൽ നല്ല നല്ല കൂട്ടുകാര്, എല്ലാ രീതിയിലും അടിപൊളിയായിട്ട് പോവാണ്. പക്ഷെ ഒരേ ഒരു പ്രശ്നം മാത്രം, ജൂലിയ അവള് പലപ്പോഴായിട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ശല്യമായിട്ട് മാറുകയാണ്. എന്നാൽ അവൻ നൈസായിട്ട് അവളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ പോയാൽ മാത്രം പോരല്ലോ, അവനൊരു ലക്ഷ്യമുണ്ട്. അവന്റെ കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കി അവിടുത്തെ സ്വത്തിന്റെ ഒരേ ഒരു അവകാശി അവൻ മാത്രമാകണമല്ലോ. അപ്പൊ ഇനി അടുത്തതായിട്ട് അവൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അവന്റെ ആന്റിയാണ്, അമ്മയുടെ ചേച്ചി. അവരുടെ പേര് കെസാൻഡ്ര എന്നാണ്. ഒരു നല്ലൊരു ബിസിനസ് വുമൺ ആണ് അവര്. മാത്രമല്ല പബ്ലിക്കലി അവരുടെ ഇമേജ് നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും കുട്ടികളെ ദത്തെടുത്ത് ഞാൻ അവരെ നോക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വലിയ പൈസക്കാരിയല്ലേ, ആൾക്കാരുടെ മുന്നിൽ ഒരു വില കിട്ടാനും അതുപോലെ തന്നെ ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എന്നാൽ സത്യത്തിൽ ആ കുട്ടികളൊക്കെ നോക്കുന്നത് ഫുൾ സെർവൻസ് ആണ്. ആ കുട്ടികളുടെ ഭാഗത്തേക്ക് ഇവർ പോവില്ല. അതുപോലെ തന്നെ എപ്പോഴും മീഡിയ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഫിഗറായി നിൽക്കാൻ ഇവർക്ക് ഭയങ്കര താല്പര്യം. ഈ സമയത്താണ് അവരുടെ കുടുംബത്തിലെ 3 പേര് മരിച്ചു എന്നുള്ള കാര്യം ഈ കെസാൻഡ്ര അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റിക്കായിട്ട് വീട്ടിൽ ഒരുപാട് CCTVയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിൽ കെസാൻഡ്ര എന്തായാലും സേഫ് ആണ്. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്പായിൽ പോകുന്ന ഒരു ശീലം അവർക്കുണ്ട്. അതായത് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇപ്പൊ ആ സ്പായിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഹാഫ് ന്യൂഡായി വസ്ത്രമെല്ലാം ധരിച്ച് സ്റ്റീം ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കെസാൻഡ്രയെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെ വസ്ത്രം ധരിച്ച് കെസാൻഡ്രയുടെ കാലിന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ബെക്കറ്റ് തന്നെ. അവന്റെ കയ്യിൽ ഒരു ക്രീമും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ കെസാൻഡ്രയോട് പറയണം, മാഡം പല്ലൊക്കെ ഒന്ന് വെളുപ്പിക്കാനായിട്ടുള്ള ഒരു ക്രീമാണ്, നല്ല പുതിയ പ്രൊഡക്റ്റ് ആണ്, ഒന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ അത് അവിടെ വെച്ചിട്ട് പോവാണ്. കെസാൻഡ്ര അത് ഉപയോഗിക്കുകയും ചെയ്തു. നല്ല കിടിലം പോയിസൺ ആയിരുന്നു. അതടിച്ച് അവർ മരണപ്പെടുകയാണ്. ഒരു സ്പാ ആയതുകൊണ്ട് തന്നെ ഇവിടെ CCTVയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഇപ്പൊ ഈ ഒരു ബക്കറ്റിനെതിരെ യാതൊരു തെളിവുമില്ല. അങ്ങനെ കുടുംബത്തിലെ 4ാമത്തെ ആളെയും അവൻ കൊന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കെസാൻഡ്രയും കുടുംബ കല്ലറയിൽ തന്നെ അടക്കം ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ടാർഗറ്റ് അവൻ നേരത്തെ കൊന്നുകളഞ്ഞ നോവ, അതായത് പെയിന്റിങ്ങിനോടൊക്കെ ഇഷ്ടമുള്ള ആ പയ്യനല്ലേ നോവ, അവന്റെ അച്ഛനായിട്ടുള്ള ആർദർ, അയാളെയാണ് എനിക്ക് കൊല്ലേണ്ടത്. ഈ ആർദർ നമ്മുടെ ഇലോൺ മസ്കിനെ പോലെ ഒരു സ്പേസ് കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. അതായത് ചൊവ്വയിൽ പോകണം, ചന്ദ്രനിൽ പോകണം, എന്നിട്ട് അവിടെ കോളനി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ കുറെ പ്ലാനുകളുള്ള ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ഓരോരോ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇയാൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ പുതിയ എന്തോ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ സ്റ്റാഫിന്റെ കൂടെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ ആർദർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന്റെ കൂട്ടത്തിൽ അതേ രീതിയിൽ വസ്ത്രം ധരിച്ച ബെക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബെക്കറ്റ് ഈ ആർദറിന് കുടിക്കാനായിട്ട് ഒരു കാപ്പി കൊടുക്കുകയാണ്. അത് കുടിച്ചുകൊണ്ടാണ് ഇപ്പൊ ആർദർ നേരെ പോയിട്ട് ആ ഒരു ഫ്ലൈറ്റിൽ കയറുന്നത് കേട്ടോ. പുതിയൊരു ഡിസൈനാണ്. അപ്പൊ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇയാൾ ഇതിപ്പോ പറപ്പിക്കാൻ പോകുന്നത്. എന്നാൽ ഫ്ലൈറ്റ് പറപ്പിക്കുന്നതിനിടയിൽ ആ കോഫിയിൽ കലർത്തിയ മയക്കുമരുന്നിന്റെ എഫക്ട് അയാളുടെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ ഇയാൾക്ക് ക്ഷീണം വരുന്നുണ്ട്, പതിയെ മയങ്ങി പോവാണ്. അങ്ങനെ അവസാനം ആ ഫ്ലൈറ്റിന്റെ കൺട്രോൾ പോയി ക്രാഷ് ആവുകയാണ്. അതോടുകൂടിയിട്ട് ആർദറും മരണപ്പെടുന്നുണ്ട്. ഇനിയിപ്പോ റെഡ് ഫെല്ലോ കുടുംബത്തിൽ അവന് കൊല്ലാനായിട്ട് ബാക്കിയുള്ളത് 2 പേരെയാണ്. അതിൽ ഒരാള് അവന്റെ അങ്കിളായിട്ടുള്ള വാരനാണ്. അതായത് അവന് ജോലിയെല്ലാം കൊടുത്ത് ഈ ഒരു കമ്പനിയിലേക്ക് കൊണ്ടുവന്ന വാരൻ. പക്ഷെ അയാളെ കൊല്ലാൻ മാത്രം നമ്മുടെ ഈ ഒരു ബക്കറ്റിന് പറ്റുന്നില്ല. സത്യം പറഞ്ഞാല് അങ്കിളിനോട് വല്ലാത്തൊരു ഇഷ്ടവും വാത്സല്യവും ഇതൊക്കെ അവന് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നും അല്ലാത്ത അവനെ ഈ നിലയിൽ എത്തിച്ചത് വാരനല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ മാത്രം അവന് മനസ്സ് വരുന്നില്ല. ഇപ്പൊ തൽക്കാലം അവന്റെ പ്ലാനൊക്കെ അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ റൂദിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം, അപ്പോൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഒരു വീട് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. അവരുടെ അടുത്ത കൂട്ടുകാരെയൊക്കെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ബെക്കറ്റിനെ കാണാനായിട്ട് അന്ന് വന്ന ആ 2 FBI ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവർ വീണ്ടും വരികയാണ്. അവർ വന്നിട്ട് ബക്കറ്റിനോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ, ഇല്ല, ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി നിങ്ങൾ അന്ന് എവിടെയായിരുന്നു. ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ അവന്റെ കമ്പ്യൂട്ടർ എടുത്ത് അവന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരിശോധിച്ച് നോക്കി അവനിങ്ങനെ പറയുന്നത്, സാറേ അന്ന് ഏപ്രിൽ 10-ാം തീയതി നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ പുറത്ത് ആ കോഫി ഷോപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കാര്യം എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഇവരൊന്നും പറയുന്നില്ല കേട്ടോ. എന്തായാലും അവർ പോയിട്ട് അവിടുത്തെ CCTVയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ശരിയാണ്, ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ബെക്കറ്റ് കോഫി കുടിക്കുകയായിരുന്നു. അതായത് സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇവന്റെ അങ്കിളായിട്ടുള്ള സ്റ്റീഫനെ അവൻ കൊന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. അപ്പൊ അയാൾ മരിച്ചെന്ന് ഇവൻ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഓഫീസർമാർ വന്നിരിക്കുന്നത്. ഈ നടക്കുന്ന മരണങ്ങൾക്ക് പിന്നിലെല്ലാം ഇവൻ തന്നെയാണോ എന്നൊരു സംശയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആർക്കും ഇവനെതിരെയായിട്ട് ഒരു തെളിവ് കിട്ടുന്നില്ല. വേറൊരു കാര്യം ഓർമ്മയുണ്ടോ? ഈ സ്റ്റീഫൻ
യൂസഫിനെ കൊല്ലാൻ പോകുന്നതിന് മുന്നേ തന്നെ കമ്പനിയിൽ ഒരു സ്റ്റാഫിനോട് അവൻ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ കൊടുത്ത് അത് ധരിച്ച് അവിടെ പോയി നിൽക്കണം എന്ന് പറഞ്ഞല്ലേ. അതിന്റെ കാരണം ഇതായിരുന്നു. അതായത് CCTVയിലൂടെ നോക്കുമ്പോൾ അവിടെ ബക്കറ്റ് നിൽക്കുന്നത് കാണുന്നുണ്ട്, പക്ഷേ അത് ബക്കറ്റ് അല്ല. എന്തായാലും FBI ഓഫീസേഴ്സ് കൂടുതൽ തെളിവുകൾ ഒന്നും കിട്ടാത്തത് കൊണ്ട് നൈസായിട്ട് മൂഞ്ചി അവിടെ നിന്ന് പോവുകയാണ്. അതുപോലെ തന്നെ വേറൊരു ദിവസം അവന്റെ അങ്കിളുടെ കൂടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്കിളിന് ഹാർട്ട് അറ്റാക്ക് വരികയാണ് കേട്ടോ. വേഗം തന്നെ എമർജൻസി ആയിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. സംഗതി അല്പം സീരിയസ് ആണ്, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ബെക്കറ്റിന് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പതിയെ പതിയെ ഈ ഒരു മനുഷ്യനെ അവൻ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരെയും കൊന്നപ്പോഴും ഇയാളെ കൊല്ലാൻ മാത്രം അവന് മനസ്സ് വന്നില്ല. അങ്കിളുടെ ദയനീയാവസ്ഥ കണ്ട് അങ്കിളുടെ കൂടെ തന്നെയായിരുന്നു അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അങ്കിൾ അവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മോനെ, ഞാൻ എത്ര ദിവസമായി ആശുപത്രി കിടക്കുന്നു, ഇന്ന് വരെ എന്നെ കാണാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ വന്നോ? വരില്ല. അങ്ങനെ വരണമെങ്കിൽ അവരുമായിട്ട് എനിക്കൊരു ആത്മബന്ധം വേണ്ടേ? ജീവിതകാലം മുഴുവൻ പണത്തിന്റെ പിന്നാലെ ഞാൻ ഓടി, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയില്ല. ഞാൻ മരിക്കുമ്പോഴും എന്റെ കൂടെ ആരുണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മോനെ ബക്കറ്റ്, നീയെങ്കിലും ഈ ഒരു അബദ്ധം ചെയ്യാൻ പാടില്ല. പണത്തിന്റെ പിന്നാലെ മാത്രം ഓടരുത്. ജീവിതത്തിലെ കുറച്ച് നല്ല ബന്ധങ്ങളെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റണം. അങ്ങനെ അധികം വൈകാതെ അങ്കിള് മരണപ്പെട്ടു പോവാണ്. അങ്കിളുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു. ആ സമയത്ത് ബക്കറ്റ് അവന്റെ അടുത്ത തീരുമാനം എടുക്കുകയാണ്. ഇനി അവന്റെ ആ ഒരു കുടുംബത്തിൽ റെഡ് ഫെല്ലോ ഫാമിലിയിൽ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റാരുമല്ല, അവന്റെ മുത്തശ്ശൻ വൈറ്റ് ലോ. അയാളെ കൂടെ കൊന്നു കഴിഞ്ഞാൽ ഇത്രയും വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുന്ന ആസ്തിയുടെ സ്വത്ത് ഇനി മുഴുവൻ അവനിക്കാണ്. എന്നാൽ മുത്തശ്ശനെ എങ്ങനെ കൊല്ലുമെന്ന് പ്ലാൻ ചെയ്ത് അവൻ നടക്കുന്ന സമയത്താണ് മുത്തശ്ശന്റെ ഭാഗത്തു നിന്നും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അവന് ലഭിക്കുന്നത്. ഇന്ന് രാത്രി മുത്തശ്ശന്റെ അടുത്തേക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്. അവൻ അപ്പം തന്നെ ഇപ്പൊ റോത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ റോത്ത് ചോദിക്കുകയാണ്, ബക്കറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ, ഇന്ന് ആഗസ്റ്റ് 27 ഇന്ന് രാത്രിയല്ലേ നമ്മുടെ കല്യാണം പ്ലാൻ ചെയ്തിരിക്കുന്നത്? ബക്കറ്റ് പറയണ, റോത്തെ നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ആ സമയം ആകുമ്പോഴേക്കും അവിടെ എത്തിയിരിക്കും. രാത്രി അവന്റെ മുത്തശ്ശന്റെ അടുത്തേക്ക് ഡിന്നർ കഴിക്കാൻ പോകാം എന്ന് തന്നെ അവനിപ്പോ പ്ലാൻ ചെയ്യാണ്. ഇതിനുശേഷം നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഓഫീസിലേക്ക് പോയി നോക്കുമ്പോൾ അവന്റെ കസാരയിൽ കാലുമക്കാലും കയറ്റി വെച്ചിരിക്കുകയാണ് മറ്റാരുമല്ല, ജൂലി തന്നെ. ഇപ്പൊ ദേഷ്യം വന്ന് അവൻ ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുന്നത്? അലവലാതി, കുറെ നാളായല്ലോ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഈ സമയത്ത് ജൂലിയെ ഒന്നും പറയാതെ കുറച്ച് ഫോട്ടോസ് അവിടെ ഇട്ടുകൊടുക്കുകയാണ്. ആ ഫോട്ടോയിൽ മുഴുവനായിട്ടും പലരെയും കൊല്ലാനായിട്ട് പല സ്ഥലത്തേക്ക് അവൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് എടുത്ത ഫോട്ടോ ആയിരുന്നു. ഇത് കണ്ട് ഞെട്ടിയ ഇപ്പൊ ബക്കറ്റ് ചോദിക്കണം, അല്ല ജൂലിയ, ഈ ഫോട്ടോസ് ഒക്കെ എങ്ങനെയാ നിനക്ക് കിട്ടിയത്? ഇപ്പൊ ജൂലിയ പറയണ, അതായത് നീ ആദ്യം ആ പയ്യൻ ടൈലറിനെ കൊന്നില്ലേ, അവൻ നല്ലൊരു അടിപൊളി സ്വിമ്മറായിരുന്നു, കോമ്പറ്റീഷനൊക്കെ അടിച്ചിട്ടുണ്ട്. ആ പയ്യൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് കേട്ടപ്പോ തന്നെ എനിക്കൊരു സംശയം തോന്നി. അപ്പൊ ആ സംശയത്തിന്റെ പുറത്ത് ഞാൻ എന്റെ കുറച്ച് ആൾക്കാരെ നിന്റെ പിന്നാലെ വിട്ടായിരുന്നു. അവന്മാരെടുത്ത ഫോട്ടോ ആണിത്. അപ്പൊ ഈ ഒരു ഫോട്ടോ ഞാൻ പോലീസുകാർക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും? നീ അകത്താവും, മിക്കവാറും ഒരു കൊലക്കയറും കിട്ടും. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിനും ഫ്രസ്ട്രേഷനിലും ബക്കറ്റ് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ തന്നെ ജോലി പറയാണ്, ഒരു $3 ലക്ഷം ഇന്ന് 5 മണിയാകുമ്പോഴേക്കും എന്റെ കെട്ടിയോന്റെ ഓഫീസിലേക്ക് എത്തിക്കുക. ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ അയാൾക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കണമല്ലോ. അപ്പൊ ശരി, ഞാൻ പോവുകയാണേ. ഞാൻ പറഞ്ഞതുപോലെ 5 മണിക്ക് കാശ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഈ ഫോട്ടോസ് മുഴുവനും ഒന്നില്ലെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ നിന്റെ കല്യാണ പെണ്ണ് അവളുടെ അടുത്തേക്ക് പോകും. ഇതും പറഞ്ഞ് അവൾ അവിടുന്ന് പോണ്. ബക്കറ്റിന് ഇപ്പൊ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും അവൻ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് എമൗണ്ട് $3 ലക്ഷം അത് പിൻവലിച്ച് ആ കാശുമായിട്ട് നേരെ അന്ന് വൈകുന്നേരം ഏകദേശം 5 മണിയാകാനായപ്പോഴേക്കും ഈ ജൂലിയുടെ ഹസ്ബൻഡ് അയാൾ ജോലി ചെയ്യുന്ന ആ ഒരു ഓഫീസിലേക്ക് പോവാണ്, അയാൾക്ക് ആ ഒരു കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ജൂലി അവളുടെ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാശുമായിട്ട് ഇപ്പോൾ ഒരാൾ വരും, അതുപോലെ തന്നെ ഡോക്യുമെന്റും അയാൾ കൊണ്ടുവരും, അതിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം കൂടെ നടന്ന് കെട്ടിയവനോട് ഒറ്റയടിക്ക് വിളങ്ങ് പറയാണ്. അതായത് പക്കാ ഫ്രോഡാണ് ഈ ജൂലിയ. എന്തായാലും ഇത് കേട്ട ആ ഷോക്കില് ഇയാൾ പിന്നീട് കുറെ നേരം ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് കാശുമായിട്ട് ബക്കറ്റ് വരുന്നത്. കാശും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ചധികം ഡോക്യുമെന്റ്സും കാര്യങ്ങളും, അതായത് ഡിവോഴ്സ് പേപ്പറും കാര്യങ്ങളാണ് തോന്നുന്നു. അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഷാർപ്പായിട്ടുള്ള കത്തി പോലത്തെ ഒരു സാധനമുണ്ട്, അതും അവിടെ വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ ആ പാവ മനുഷ്യൻ ഇമോഷണലി വല്ലാതെ തകർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പണവുമായി വന്ന നമ്മുടെ ബക്കറ്റിനെ എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നുണ്ട്. ആകെ ഫ്രസ്ട്രേഷനിലായിരുന്ന ബക്കറ്റ് അവനിട്ട് 4 പെടയും പഠിച്ചാണ്. പിന്നീട് രാത്രി ആയപ്പോഴേക്കും അവൻ മുത്തശ്ശന്റെ അടുത്തേക്ക് പോകണം, അതായത് ആ വലിയ ബംഗ്ലാവിലേക്ക്. അതേ നേരം തന്നെ റോത്തും അവളുടെ കൂട്ടുകാരികളും അതുപോലെ തന്നെ ബക്കറ്റിന്റെ കൂട്ടുകാരും ഇവരെല്ലാവരും ആ കല്യാണ പരിപാടിയിൽ വന്ന് നിൽക്കുകയാണ്. റോത്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ സമയത്തിന് ആ ബംഗ്ലാവിലേക്ക് ബക്കറ്റ് എത്തിയിട്ടുണ്ട്. അവൻ എത്തിയ പാട്, അതായത് ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് അവൻ കയറിയ പാട് തന്നെ എല്ലാ ഡോറും ലോക്ക് ആവുകയാണ്. ഇപ്പൊ അവിടെ ആകെയുള്ളത് അവന്റെ മുത്തശ്ശനും അവനും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവന്റെ മുത്തശ്ശൻ വൈറ്റ് ലോ പറയുന്നുണ്ട്, എന്താണ് മോനെ, നീ മാത്രമേ ഇനി ഒരു അവകാശിയായിട്ട് ബാക്കിയുള്ളല്ലേ, ബാക്കി എല്ലാവരും മരിച്ചുപോയല്ലേ? അയാൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് എല്ലാ കാര്യവും മനസ്സിലാക്കി
ആയി എന്നല്ലേ. എന്തായാലും ബക്കറ്റിന്റെ ഉള്ളൊന്ന് പെടക്കാണ്, ചെറുതായിട്ട് കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ വയറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ 5 മക്കള്. ആ 5 മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ മേരിയോടായിരുന്നു. ഈ സമയത്ത് ഒരു ഇച്ചിരി ദേഷ്യവും അമർഷവും വന്ന ബക്കറ്റ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേരി മരിക്കാൻ കിടക്കുമ്പോൾ വരെ നിങ്ങളൊന്ന് കാണാൻ വന്നിട്ടില്ലായിരുന്നല്ലോ, എന്താ അതിന്റെ കാരണം? അതിനുത്തരം ഇയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അയാളുടെ കണ്ണുകൾ നിറയാണ്. പിന്നീട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വൈറ്റ്ലോ അയാളുടെ മുറിയിലേക്ക് ബക്കറ്റിനെ കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് അയാളുടെ ഷെൽഫിൽ നിന്നും ഒരു ഡബിൾ ബാരൽ ഗണ്ണ് അവന്റെ കയ്യിലെടുത്ത് കൊടുത്തിട്ട് പറയണം, മോനെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദാ ഈ ഗണ്ണ് നീ കയ്യിൽ വെച്ചോ, എന്നിട്ട് അത് വെച്ച് എന്നെ കൊന്നു കളഞ്ഞേക്ക്. ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ അങ്ങനെയെങ്കിലും എനിക്ക് കിട്ടട്ടെ. ദേഷ്യം കാരണം അവൻ ആ ഒരു ഗണ്ണ് വേഗം മേടിക്കുകയാണ്. എന്നാൽ അവനെ കൊണ്ട് അവന്റെ മുത്തശ്ശൻ വൈറ്റ്ലോയെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ ആ ഒരു ഗണ്ണ് കൊടുത്ത് എനിക്ക് വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. മെയിൻ ഡോറ് പോയി തുറക്കാൻ നോക്കുമ്പോൾ തുറക്കുന്നില്ല, ഫുള്ളായിട്ട് ലോക്കാണ്. ജനല് തുറക്കാൻ നോക്കുമ്പോൾ ജനലും തുറക്കുന്നില്ല, അതും ലോക്കാണ്. പെട്ടെന്ന് ഒരു വെടിവെച്ച് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ആ വെച്ച വെടി കൊണ്ടത് അവന്റെ കൈകിട്ടായിരുന്നു. ആരാണ് ഷൂട്ട് ചെയ്തത്? മറ്റാരുമല്ല, അവന്റെ മുത്തശ്ശൻ വൈറ്റ്ലോ തന്നെയാണ്. ഇപ്പൊ ഭ്രാന്ത് പിടിച്ചതുപോലെ അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, ഇന്ന് ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രാന്തനെ പോലെ അവന്റെ പിന്നാലെ അവനെ കൊല്ലാൻ നടക്കുകയാണ്. ആകെ പേടിച്ചു പോയ ബക്കറ്റ് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, കാരണം അവന്റെ കയ്യിൽ ആയുധില്ല. വൈറ്റ്ലോ ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ഒരു അമ്പും വില്ലും അവൻ കാണുന്നത്. അവന്റെ ചെറുപ്പത്തിൽ അവന്റെ അമ്മ ഇത് നന്നായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവനൊന്നും നോക്കിയില്ല, അതെടുത്ത് മുത്തശ്ശന്റെ നെഞ്ചിലേക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. സ്പോട്ടിൽ തന്നെ അയാൾ മരിച്ചു. അധികം വൈകാതെ അങ്ങോട്ടേക്ക് പോലീസ് എത്തുകയാണ്. ഒരു മെഡിക്കൽ ടീമും വരുന്നുണ്ട്. അവന്റെ കൈക്ക് വെടിയേറ്റില്ലേ, സോ അതിലെല്ലാം മരുന്ന് വെച്ച് കെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശൻ അവനെ കൊല്ലാൻ നോക്കിയതുകൊണ്ട് സെൽഫ് ഡിഫൻസിനായിട്ടാണ് മുത്തശ്ശനെ അവൻ കൊന്നത്. അതുകൊണ്ട് അവന്റെ പേരിൽ കേസൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അവൻ നേരെ പോകുന്നത് റൂത്തിന്റെ അടുത്തേക്കാണ്. റൂത്ത് ആണെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ വിളിച്ചു വരുത്തി, എന്നിട്ട് കല്യാണം നടന്നതുമില്ല. അവള് ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ബക്കറ്റ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട സമയത്ത് റൂത്ത് ആകെ ഞെട്ടിപ്പോവാണ്. നീ എന്താ ഈ പറയുന്നത്? ഇതൊക്കെ സത്യമാണെന്ന് ചോദിക്കുകയാണ്. എല്ലാം സത്യമാണെന്ന് ബക്കറ്റ് പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ബക്കറ്റിനെ കാണിക്കുന്ന സമയത്ത് ഈ 1,00,000 കോടി രൂപയുടെ സമ്പത്ത് അത് അവന്റെ പേരിലായിട്ടുണ്ടായിരുന്നു. ആ കുടുംബത്തിന്റെ ഒരേ ഒരു അവകാശി ഇപ്പൊ അവൻ മാത്രമാണ്. സമ്പന്നതയുടെ അങ്ങ് നെറുകയിൽ എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലാണ് അവനിപ്പോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെയും റൂത്തിന്റെയും വിവാഹം ആ നാട്ടിലെ ഏറ്റവും പണക്കാരായിട്ടുള്ള ആളുകളുടെ ആ ഒരു പ്രസൻസിലാണ് നടക്കാൻ പോകുന്നത്. ആ ചടങ്ങാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഈ ബക്കറ്റും അതുപോലെ തന്നെ റൂത്തും. എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് കുറച്ച് FBI ഓഫീസേഴ്സ് വരുന്നത്. അവിടെ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അവനിപ്പോ അറസ്റ്റിലായിരിക്കുന്നത് റെഡ് ഫെല്ലോ കുടുംബത്തിലെ ഒരാളെ കൊന്നതിന്റെ പേരിലല്ല, പകരം ജൂലി ഉണ്ടല്ലോ, അവളുടെ ഭർത്താവ് മരണപ്പെട്ടു, ആരോ കൊന്നതാണ്, ആ കൊലയാളി ബക്കറ്റ് ആണെന്നും പറഞ്ഞിട്ടാണ് അവൻ ഇപ്പൊ അറസ്റ്റ് ചെയ്തത്. അതായത് ഡിവോഴ്സ് പേപ്പറും അതിന്റെ ആ ഒരു ഡോക്യുമെന്റ് ഒക്കെ ഓപ്പൺ ആക്കാനായിട്ട് ആ ഒരു ഓപ്പണറും അതുപോലെ തന്നെ ആ ഡോക്യുമെന്റും ആ ഓഫീസിൽ അവൻ കൊണ്ടേ കൊടുത്തായിരുന്നല്ലോ. ആ ഓപ്പണർ ചെറിയൊരു കത്തി പോലൊരു സാധനം, അത് വയറ്റിൽ കയറിയാണ് ജൂലിയുടെ ഹസ്ബൻഡ് മരിച്ചിരിക്കുന്നത്. അതിലുണ്ടായിരുന്നത് ബക്കറ്റിന്റെ ഫിംഗർ പ്രിന്റ് ആണ്. അതുകൊണ്ടാണ് ബക്കറ്റ് കൊലയാളിയാണെന്ന് പറഞ്ഞ് അവൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. എല്ലാ രീതിയിലും അവൻ ലോക്കായി, രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ കേസ് ഇപ്പോൾ കോടതിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് വാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്തായാലും സാക്ഷി പറയാനായിട്ട് ജൂലിയും വന്നിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് കരഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവളവിടെ. അവളിപ്പോ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവനിക്ക് ചെറുപ്പം മുതലേ എന്നോട് പ്രണയമായിരുന്നു, എന്റെ കൂടെ ജീവിക്കണം എന്ന് അവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല, അതുകൊണ്ടായിരിക്കണം എന്റെ ഭർത്താവിനോട് അവൻ ഇത്ര പക, അതുകൊണ്ടായിരിക്കണം അവൻ കൊന്നതൻ. ഇതും പറഞ്ഞ് ഭയങ്കരമായിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാര്യം അവിടെ ഇരിക്കുന്ന നമ്മുടെ റൂത്ത് കേൾക്കുന്നുണ്ട്. അവൾ അത് വിശ്വസിക്കുകയാണ്. ദേഷ്യവും സങ്കടവും വന്ന റൂത്ത് ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു തെളിവോടെ ഇപ്പൊ കോടതിയിൽ ഹാജരാക്കുകയാണ്. ജൂലിയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഈ ബക്കറ്റ് പോകുന്നതും വരുന്നതും ആ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടുകയാണ്. അതുപോലെ തന്നെ ആ കൊലപാതകം നടന്നതും ആ കറക്റ്റ് ടൈമിലാണ്. അപ്പൊ എല്ലാം കിട്ടിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ബോധ്യമായതുകൊണ്ട് തന്നെ ജഡ്ജി അവസാനമായിട്ട് വിധി പ്രഖ്യാപിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് ഇവനെ തൂക്കിക്കൊല്ലാനായിട്ട്. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ അവനിപ്പോ ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ജയിലിലേക്ക് വന്നതിന്റെ പിറ്റേ ദിവസം അവനെ കാണാനായിട്ട് ജയിലിലേക്ക് ഇപ്പൊ ജൂലി വരികയാണ്. ജൂലിയെ കണ്ടപാടിന് അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ജൂലിയ നീയെങ്കിലും വിശ്വസിക്കുക, അവനെ കൊന്നത് ഞാനല്ല. ഇപ്പൊ അവന്റെ മുഖത്തേക്ക് യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ അവളങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ടൊരു വൃത്തിയായിട്ട് ചിരിയും ചിരിച്ചിട്ട് പറയണേ, എനിക്കറിയാം നീ എല്ലാം കൊന്നേന്ന്. ഇത് കണ്ട് ബക്കറ്റ് ആകെ ഞെട്ടിപ്പോയി. അപ്പൊ പിന്നെ ആരാ കൊന്നത്? ഈ സമയത്ത് ജൂലി പറയണ, ആരും കൊന്നതല്ല, ഞാൻ നഷ്ടമാകും എന്നുള്ള ആ ഒരു വേദന കാരണം അവൻ ആ ഒരു ലെറ്റർ ഓപ്പണർ അത് വെച്ച് സ്വയം വയറ്റിൽ കുത്തി മരിച്ചതാണ്. അതൊരു ആത്മഹത്യ മാത്രമായിരുന്നു. അവൻ അവസാനമായിട്ട് എഴുതിയ ആ കുറിപ്പും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ കുറിപ്പ് മാറ്റി അതൊരു കൊലപാതകമാണെന്ന് ഫ്രെയിം ചെയ്തത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഇത് കേട്ട ബക്കറ്റ് ആകെ ഞെട്ടിപ്പോവാണ്. ഇപ്പൊ ജൂലിയ
നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ. ഇപ്പൊ ജൂലിയ പറയണ ഏയ് എനിക്ക് നിന്നെ അങ്ങനെ ചതിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പൊ നിന്റെ കയ്യിലാണല്ലോ നിന്റെ ആ ഒരു വലിയ സ്വത്തുള്ളത്, ഒരു കാര്യം ചെയ്യും അതെന്റെ പേരിലേക്ക് എഴുതിയേക്ക്. അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവ് അവസാനമായിട്ട് എഴുതിയ ആ ഒരു കത്ത് ഞാൻ പോലീസുകാരെ കാണിക്കാം, അങ്ങനെയാണെങ്കിൽ വധശിക്ഷയിൽ നിന്നും നീ രക്ഷപ്പെടും. ഇനി അഥവാ നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇനിയുള്ള നിന്റെ ലൈഫ് എന്റെ കൂടെ ആയിരിക്കണം. എന്തായാലും മറ്റൊരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ജൂലിയ പറഞ്ഞതുപോലെ അവൾ കൊണ്ടുവന്ന എല്ലാ ഡോക്യുമെന്റ്സിലും അവൻ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു സ്വത്ത് മുഴുവനും അവളുടെ പേരിലേക്ക് പോവാണ്. ഇത്രയും നടന്ന ഈ കഥ മുഴുവനും ഇപ്പൊ നമ്മുടെ ബെക്കറ്റ് അവന്റെ അടുത്തേക്ക് വന്ന ആ ഒരു പ്രീസ്റ്റിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 4 മണിക്കൂറേ ഉള്ളൂ, 4 മണിക്കൂർ കഴിഞ്ഞാൽ അവനെ തൂക്കി കൊന്നുകളയും. ഇപ്പൊ ആ ഒരു പ്രീസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ജൂലിയ വീണ്ടും നിന്നെ ചതിച്ചോ? അവൾ ആ ഒരു കത്ത് പോലീസുകാരുടെ കയ്യിൽ കൊടുത്തിട്ടില്ലേ? ഒന്നും മിണ്ടാതെ ബക്കറ്റ് ഈ ഒരു പ്രീസ്റ്റിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പ്രീസ്റ്റ് പറഞ്ഞു അവൾ എന്തായാലും അത് കൊടുത്തിട്ടില്ല, എന്തായാലും വധശിക്ഷ അത് നടപ്പിലാക്കും. ഇപ്പൊ ആ ഒരു പ്രീസ്റ്റ് ബൈബിള് തുറക്കുകയാണ്. മരിക്കാൻ പോവില്ലേ, അതുകൊണ്ട് തന്നെ അവസാനമായി ചില വചനങ്ങൾ അവന് വേണ്ടി ചൊല്ലുന്നുണ്ട്. ഇനി ഏതാനും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അവനെ തൂക്കിക്കൊല്ലാനായിട്ട്. എന്നാൽ ആ സമയത്താണ് കുറച്ച് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ വധശിക്ഷ ക്യാൻസലായി എന്ന് പറയുന്നത്. അതായത് ജൂലിയ പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിച്ചു. അവളുടെ ഭർത്താവ് എഴുതിയ ആ ഒരു ലെറ്റർ അവളിപ്പോ പോലീസുകാരെ കാണിച്ചു. അതുകൊണ്ട് നിരപരാധിയാണെന്ന് മനസ്സിലായി അവന്റെ ആ ഒരു ശിക്ഷ ക്യാൻസൽ ആവുകയാണ്. അധികം വൈകാതെ തന്നെ അവനിപ്പോ ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവനെ കാത്തുകൊണ്ട് തന്നെ ജയിലിന്റെ പുറത്ത് റൂത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കൊടുത്ത ഒരു മാലയുടെ ലോക്കറ്റ് അവൾ അതുപോലെ തന്നെ ബെക്കറ്റിന് തിരിച്ചു കൊടുക്കുകയാണ്. ആ ലോക്കറ്റിന്റെ ഉള്ളിൽ അവന്റെ അമ്മയുടെ ഒരു കഷ്ണം മുടി ഉണ്ടായിരുന്നു. അത് അവളുടെ കയ്യിലായിരുന്നു ബെക്കറ്റ് കൊടുത്തിരുന്നത്. ഇപ്പൊ അത് തിരിച്ചു കൊടുത്ത് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് റൂത്ത് അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ റെഡ് ഫെല്ലോ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് നാളായിട്ട് സെക്യൂരിറ്റി ജോലി ചെയ്ത ഒരാള് റോൾസ് റോയ്സ് കാറുമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിലേക്ക് അവനോട് വന്ന് കയറാൻ വേണ്ടി പറയാണ്. ബെക്കറ്റ് നേരെ പോയിട്ട് അതിൽ കയറുന്നുണ്ട്. ആ സമയത്ത് അതിന്റെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? ജൂലി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് നേരെ ആ കാറ് റെഡ് ഫെല്ലോ ബംഗ്ലാവിലേക്ക് പോവുകയാണ് കേട്ടോ. എന്തായാലും ബെക്കറ്റ് ആഗ്രഹിച്ചതുപോലെ തന്നെ റെഡ് ഫെല്ലോ കുടുംബത്തിലെ എല്ലാ സ്വത്തും അവന്റെ അരികിലേക്ക് എത്തി. പക്ഷേ ശരിക്കും എത്തിയോന്ന് ചോദിച്ചാൽ ഇല്ല. അതിപ്പോ ആരുടെ പേരിലാണ്? ജൂലിയുടെ പേരിലാണ്. ഇനിയിപ്പോ ജൂലിയെ പറയുന്നത് പോലെ അവളും പറയുന്നത് കേട്ട് അവളുടെ കീഴിൽ ബെക്കറ്റ് നിൽക്കേണ്ടി വരുമോ? എന്തായാലും ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു കാറിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ബക്കറ്റ് അവനൊരു ക്രിമിനൽ മൈൻഡഡ് ആണ്. സ്വത്തിന് വേണ്ടിയിട്ട് ആളുകളെ കൊല്ലുന്നവൻ തന്നെയാണ്. പക്ഷെ അവനേക്കാൾ വലിയ ക്രിമിനൽ മൈൻഡാണ് ഈ ജൂലിയക്കുള്ളത്. ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കാത്ത, പണത്തിനോട് മാത്രം ആർത്തിയുള്ള, ശരിക്കും ഈ കഥയിൽ ഏറ്റവും വലിയ വില്ലെന്ന് പറയുന്നത് അത് ജൂലിയ തന്നെയാണ്. എന്തായാലും സിനിമയുടെ അവസാനം ജയിച്ചിരിക്കുന്നത് വില്ലന്മാർ തന്നെ. ചില സിനിമകൾ ഇങ്ങനെ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.